I've been thinking about myself today, thinking how I changed, how I really don't care if you are here or if you don't stay. Now I'm feeling those winter blues, but I don't wanna cry. All we ever do is laugh it off, and I'm sick and I don't know why. Do you remember that night we met? ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ടൈം ഒരു 11:20 ആയിട്ടുണ്ട്. ഈ രാത്രിയിൽ എന്താ പരിപാടി വെച്ചതാണ് ഇവിടെ പരിപാടി. നാളെ ആദ്യമിന് റെഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം സ്കൂളിലേക്ക് റെഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും ബാബിയും കൂടെ അതിൻ്റെ പരിപാടിയിലാണ്. നമ്മൾ എല്ലാം കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ കിട്ടില്ല അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനത് ലാസ്റ്റ് പരിപാടി ഒക്കെ കാണാം. വെക്കല്ലേ ഹെൽപ്പ് ചെയ്യണ കുട്ടീനുണ്ടല്ല. നശിപ്പിക്കല്ലേ അടിയിട്ടുണ്ട് ഓടി അടിട്ടു. വിടിയല്ല, ഉമ്മച്ചിനെ വിട്ടോ, ഉമ്മച്ചിനെ വിട്. ആ ഞാൻ മാമാരെ വിളിക്കും. ജാബിക്ക ആ മിണ്ടില്ല മിണ്ടില്ല എല്ലാവരായിട്ടും മിണ്ടില്ല. ഒരു ഉമ്മതായോ ഉമ്മച്ചാണെങ്കിൽ ഉമ്മതായോ അല്ലെങ്കിൽ ഉമ്മച്ച മിണ്ടില്ല. ഉമ്മച്ച മിണ്ടില്ല എല്ലാവരായിട്ട് ഉമ്മച്ച മിണ്ടില്ലേ. ഉമ്മച്ച മിണ്ടില്ല. ഒരു ഉമ്മതാ ഞാൻ മിണ്ടില്ല. ഇങ്ങനെ മതി, ഇങ്ങനെ മതി. താങ്ക് യു. ഇനി എങ്ങനെ ഉമ്മച്ചക്ക് മതിയില്ല. ഇനി എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മതി ഉമ്മച്ചക്ക്. വീടണ്ടല്ല. ഹലോ ഇക്ക ഉറങ്ങിക്കാൻ എണീപ്പിക്കണ്ടോ? പോയിട്ട് അടിയിട്ടിട്ട് മോളിക്കാൻ എണീപ്പിക്കാണ്ടി പോവാണ്. ഹലോ ഒക്കെ പറഞ്ഞു പോണ്. Kai എന്താണ് ഉദ്ദേശിക്കുന്നത് ദാസ? ആദ്യം ഇതൊട്ടിക്കാം, എന്നിട്ട് ബാക്കിയുള്ള ലാസ്റ്റ് ഉണ്ടാവുന്നില്ല. നമുക്ക് ലാസ്റ്റാണ്. സമയം 12 മണി. കേസ് 12 മണി. ഡബിൾ ടെപ്പാണുള്ളത്. മറ്റേ ടെപ്പ് ഒഷു ഒരവസ്ഥ നിലത്തിട്ടിട്ട് അതൊക്കെ എടുത്തിട്ട് അവൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യുന്നത്. കത്രികയെ ഗമ്മുണ്ടായിരുന്നു, അത് നമ്മളെ കുട്ടികളെടുത്തിട്ട് പൊട്ടിച്ച് നശിപ്പിച്ചു. പിന്നെ ഞാൻ സംഭവം ഇല്ലാത്തത് പറയാൻ മറന്നുപോയി. ഇക്കയാണ് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നത്. അപ്പോൾ ഒക്കെ പണി കഴിഞ്ഞ് വരുമ്പോഴാണ് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. അപ്പം ഈ കാർഡ് എന്തൊക്കെ വേണം എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു സാധനം പറയാൻ വിട്ടുപോയി ഗൈസ്. എന്താ സാധനം? നമ്മുടെ ഗമ്മുണ്ടല്ലോ, ഗമ്മും പറയാൻ മറന്നു. പിന്നെ ഒരു വൈറ്റ്നറിൻ്റെ ആവശ്യമുണ്ട്, വൈറ്റ്നറും പറയാൻ മറന്നു. അപ്പോൾ പിന്നെ പറഞ്ഞൊക്കെ ചെയ്ത് നോക്കും. അപ്പം ഞാനുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ല ഗൈസ്. എല്ലാം കൂടെ എന്താ പണി?
ഇതാരാ? ദാദാ ദാദാ ഉറങ്ങി. ഹൗസിലേടാ നടക്ക് മേലക്ക് ഉറങ്ങി. ഹൗസിലേടാ എന്ന് പോയിട്ട് വിളിക്കാനാണ് പോയി നിന്നിട്ട് അവളെ പോലെ എല്ലാവർക്കും ഉറക്കല്ലാന്ന് വിചാരിച്ചു നോക്കട്ടെ. ഒരു സുന്ദരനെ കാണിച്ചിട്ടാ. എന്റെ ഒരു ഭംഗി കാണാൻ സൂപ്പർ. ഇങ്ങനല്ല ഇങ്ങനെ. ഹായ്. കുട്ടിക്കൊന്ന് വയ്യാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ കുട്ടിയെ? കുട്ടിക്ക് നല്ല ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുട്ടിക്ക് കുഴപ്പമില്ല കേട്ടോ. മാഷാ സൂപ്പർ ആയിട്ടാ. ഹായ് സൂപ്പർ. നല്ല ഭംഗിട്ടോ. ഭംഗിട്ടോ. കുട്ടിയുടെ ടീഷർട്ട് ചെറുതായി പോയില്ലേ ഗൈസ്? ചെറുതായി പോയില്ലേ? ഹായ് പറഞ്ഞല്ലേ? ഹായ്. നിങ്ങൾ കണ്ടാക്കി കുറച്ചുകൂടെ പോകട്ടെ. വീഡിയോ കോളിൽ എന്താ അവളെ താത്താക്ക് വിളിക്കുകയെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ താത്താന്ന് പറഞ്ഞു. താത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പാത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ താത്താടെ മോള്. അവളാന്ന് വിചാരിച്ചിട്ടാണ് ഈ താത്താന്ന് കിടന്ന് വിളിക്കാത്തത്. ശരിയായാൽ മതിയിരുന്നില്ല. ഞാൻ അവിടെ കിടക്കും. അയ്യോ ശരിയാവണേ. ശരിയായില്ല. വടഞ്ഞു പോയി ഗൈസ്. സാരില്ല. ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ലവ് വേണം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഒരു 12 മണി. എൻ്റെ മോൾക്ക് ഇപ്പോഴും ഉറങ്ങാനായിട്ടില്ല ഗൈസ്. അതോട് ഉമ്മമാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്ര നേരം ഒരാൾ ഉമ്മമാനായിട്ട് ലൈറ്റ് ഓഫ് ചെയ്യല്ലേ. മറ്റാൾ റൂമിൽ പോയിട്ടുണ്ട് ഉമ്മമാനായിട്ട്. ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇപ്പം കണ്ടന്നെ പോരും. അതിന് ഉറങ്ങാൻ അവൾക്ക് ഇപ്പം ഉമ്മമാനൊക്കെ മതി കേട്ടോ. ഉമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇന്നെ വേണ്ട. ഉമ്മമാൻ്റെ അടുത്ത് പോയിട്ട് ഇപ്പം എൻ്റെ അടുത്ത് കിടന്നാൽ പോലും അവളവൾ ഉമ്മമാനെ വിളിക്കും കിടന്നുറങ്ങാൻ. അങ്ങനത്തെ ആളാണ്. ഇങ്ങനെയുണ്ടോ ഗൈസ്? ഒരാളും അവരൊക്കെ കേൾക്കണ്ടോ എന്താണെന്നറിയില്ല. എന്തൊക്കെയാണോ അതുറങ്ങിയിട്ടുണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഉണ്ടാക്കുന്നുണ്ടാവില്ല. കാരണം എല്ലോടേക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉറങ്ങിയിട്ട് ഇക്ക വരുമ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട്. അപ്പം ഞാൻ രാത്രി അപ്പോൾ പിന്നെ ഇവരെന്തായാലും ഉറങ്ങാണ്ട് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഹൗസിലും അല്ലെങ്കിൽ എന്താ എന്നായാലും രണ്ടുപേരും ആരും സംഭവിക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഉറങ്ങിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ ഉറങ്ങിയിട്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഞാനും കൂടെ തുടങ്ങി. പിന്നെ ഞാൻ രാവിലെ എണീക്കുന്നത് ഒരു കുട്ടിയുടെ എല്ലോടൊക്കെ ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് എന്താ പറയുക എന്നെക്കൊണ്ട് പറ്റണ പോലെ വേറെ ഒന്നും ഉണ്ടാക്കി. ആ രാവിലെ ഇട്ടാൽ നേരത്തെ എണീറ്റിട്ട് നിസ്കരിച്ചിട്ട് വേഗം ആ ഉണ്ടാക്കാൻ തോന്നി. ഞാൻ കുട്ടിക്കന്ന് ഞാൻ ടിഫിന് കൊടുത്ത് വെച്ചാൽ എന്താണെന്നറിയോ, മാഗി. കാരണം ചോറ് ഉണ്ടാക്കാൻ നേരം വേണ്ടിയിട്ട് അങ്ങനത്തെ പറ്റിയ അവസ്ഥ. അപ്പം ഞാനിക്കൊന്നും മണൽ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഏൽപ്പിക്കണ്ട, അത് അവിടെ തന്നെ ആണെങ്കിലും
ആണെങ്കിൽ പൊട്ടിച്ചും പോയി. ഇല്ല ഗൈസ്, പരിപാടി എന്തായാലും ഉണ്ടാവും. ആ വന്നാ റൂമിൽ കണ്ടപ്പോൾ അലമാരയിലില്ല. ചെറിയ മിസ്റ്റേക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ശരി ആദ്യം അടിച്ചു വരും. ഇത് പോയി കിടന്നുറങ്ങും. വീണ്ടും മതി. സമയം എത്ര എന്നറിയാം ഗൈസ്? 12:45. ഞാൻ ഇപ്പോഴും 2 ഉണ്ടാക്കി കഴിക്കുള്ളൂ. ഇവിടെ ഉറങ്ങുന്നില്ല. ഇതായിട്ട് കിടക്കാൻ പറ്റാത്ത വീഴും. കണ്ടില്ലേ ഞാൻ തലക്കൈ വെച്ചില്ല ഇങ്ങനെ പോയത്. ഒരു പാപ്പയുണ്ട്. ഒരു പാപ്പാടെ മോൻ താത്ത എന്ത് പറഞ്ഞാലും ലാസ്റ്റ് പാപ്പാടെ എടുത്തോളൂ. അല്ലല്ല അല്ലല്ല മോളെ വ്യക്തിയല്ല. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടില്ല. ശരിയല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യും മക്കളുണ്ട് പറഞ്ഞാൽ മാറ്റി വെക്കാറില്ല. ഇപ്പോൾ ആരൊക്കെ ഞാൻ മാറ്റി ചെയ്യും. പക്ഷെ ഇപ്പോൾ ഞാൻ എന്നോട് പറ്റുന്നില്ല ചെയ്യും. ഇവരുണ്ടെന്ന് പറഞ്ഞാൽ മാറ്റി വെക്കാറില്ല. അവർ ഒപ്പം നിന്ന് ചെയ്യും. ഇതുപോലെ കണ്ടില്ലേ? സമയത്തിൽ ഇവിടെ തുറയില്ല. എല്ലാവരും ചെയ്യല്ലേ? ഇല്ല ബേബി, ഇല്ല ബേബി, ഇല്ല ബേബി. നമ്മുടെ മോളവിടെ വെച്ചോ. എൻ്റെ ഭാവി ഉണ്ടായിരുന്നു. ഭാവി ഉണ്ടായിരുന്നു. ഭാവി കുറച്ചും ഭാവി കട്ട് ചെയ്തൊക്കെ തന്നു. പിന്നെ ഉണ്ണി വേറെ വേണൊക്കെ പോയതാക്കാം. നമുക്ക് പിന്നെ നന്നായി ഹെൽപ്പ് ചെയ്ത് നമുക്കെല്ലാം. ഇതാണ് പ്രശ്നം. പോയ നിർത്തി പഠിപ്പിക്കാൻ പറ്റില്ല. എന്തായാലും കൊപ്പിച്ചിട്ടാ പോകുള്ളൂ. അങ്ങനെ എന്തെങ്കിലും എടുത്തോണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കാണാം. എത്ര മതി ചെയ്യും. മാറ്റിക്കത് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. എല്ലാം എന്താ
പോയി ഗൈസ്. ലവ്കളൊക്കെ അത് കട്ട് ചെയ്തു. അത് വരട്ടെ. Ma, 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 ma. Mame. നിനക്ക് മതി പോയി തുടങ്ങിയ ചെല്ലേ പാല് തരാം പോയിക്കോ പാല് തരാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വാങ്ങിച്ചു പാല് തരാം പാല് തരാം ഒരു മിനിറ്റ് ഇത് കൂടിയുള്ളൂ കഴിഞ്ഞ ഇത് കൂടി വെച്ചിട്ട് വരാം പാല പ്ലീസ് പാല് തരാം ഒരു മിനിറ്റ് പാല് തരാടി എന്താ വേണ്ടേ എന്താ അബിയെ പാല് തരാം ടാറ്റ പറഞ്ഞേ കുട്ടിക്ക് ടാറ്റ പറയാനും വയ്യ. അങ്ങനെ 1:38 ഗൈസ്. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി പരിപാടിയൊക്കെ ഇനി നാളെ കേട്ടോ. തീരെ വൈകുന്നേരം നടക്കുന്നുണ്ട്. കുട്ടീസൊക്കെ കിടന്നുറങ്ങി. ഇപ്പം നമുക്ക് ബാക്കി വീഡിയോ നാളെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്തായാലും ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ കാരണം ഞാൻ ഉറക്കം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതെന്തായാലും മോനക്ക് എന്തായാലും ഉണ്ടാക്കണം. അതെന്തായാലും ഉണ്ടാക്കി. കാരണം നാളെ നേരത്തെ 7:30 എണീക്കും. എനിക്ക് 6 മണിക്കല്ലേ എണീക്കണം ഗൈസ്. 1:40 ഇപ്പോൾ. കാരണം എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. ഞാൻ കുറേ പരിപാടിയിൽ അതിന് ബാക്കി വീഡിയോ നാളെ കാണാം. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്തായാലും ലൈക്ക് ചെയ്തായിരിക്കും കേട്ടോ. ഓക്കെ, ബൈ. അങ്ങനെ ഗൈസ് നമ്മുടെ ആദ്യമുള്ള റെഡൊക്കെ കൊണ്ടുപോകാനുള്ള ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്, ഭംഗിയുണ്ടാവും. പിന്നെ ഒരു റെഡ് ടോയ് കൊണ്ടുപോകണമെന്നായിട്ടുണ്ട്. അപ്പോൾ അതേ നമുക്കത് റെഡ് ടോയ് ഇതാട്ടോ കൊണ്ടുപോകണത്. കണ്ടോ ലൈറ്റൊക്കെ തോന്നുന്നു കുട്ടിക്ക്. പക്ഷേ സ്കൂളിൽ പോകണ കുട്ടിയാണ് ഇട്ടിട്ടില്ല. കുട്ടികൾ ചോറ് ഇതവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇത് രാവിലെ എടുത്തിട്ട് ഞാൻ എന്താ പറയുക സ്കെച്ച് വീട്ടിലായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി എടുത്ത് വന്നിട്ട് ചെയ്താൽ കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം സ്കൂളിലേക്ക് നമ്മൾ ചോറിലേക്ക് മുട്ട പൊരിച്ചതാണ് കേട്ടോ. അവനക്ക് കറി ഉപ്പേരി ഒന്നും ഇഷ്ടമല്ല, ഒന്നും അവന് കൂട്ടില്ല. അവൻ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ നഗറ്റ്സ് പൊരിച്ചതോ അല്ലെങ്കിൽ എന്താ പറയുക ചിക്കൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും പൊരിച്ച ഐറ്റംസ് എന്തെങ്കിലും ചോറ് കഴിക്കുള്ളൂ. പപ്പടം പൊരിച്ചത് കറി ഇഷ്ടമല്ല. അപ്പം ഇന്ന് റെഡ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് റെഡ് ഫ്രൂട്ട്സ് എന്തെങ്കിലും വേണം എന്നിട്ടുണ്ടായിരുന്നു മാം. അപ്പം ഞാൻ റെഡ് ആപ്പിളാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റെഡ് ടോയ് കൊണ്ടുപോകണം. അപ്പോൾ ടോയും റെഡ് കളർ ടോയ് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റ് ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ആദമിൻ്റെ സ്കൂൾ ബാഗിലെല്ലാം സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചെക്കനും നമ്മളിവിടെ ഒരുക്കി സുന്ദരകുട്ടപ്പനായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് റെഡ് ഡേ ആയതുകൊണ്ട് റെഡ് ടീഷർട്ട് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. റെഡ് കളർ ഡ്രസ്സാണ്. ഇനി നമ്മൾ ചെയ്ത ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ നമുക്ക് അവന് ബോക്സിൽ എടുത്ത് വെച്ച് കൊടുക്കാം. കാരണം അത് ബാഗിലിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ നാശമായി പോകും. അപ്പോൾ നമുക്കത് കയ്യിൽ കൊടുത്താലും ശരിയാവില്ല. അപ്പം ഞാനത് അവൻ്റെ ബോക്സിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യമിൻ്റെ ബാഗ് സെറ്റ് ആയി. പക്ഷേ നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ മറന്നിട്ട് ഗൈസ്. വാട്ടർ ബോട്ടിലും വെച്ച് നമുക്ക്
അങ്ങനെ നമ്മൾ ആദ്യം സ്കൂളിൽ പോകാൻ ഒരുങ്ങി ഗൈസ്. റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ചുള്ളനായി. എന്തേ അങ്ങനെ നമ്മൾ ആദമിനെ ഒരുക്കി കഴിഞ്ഞല്ല വരുമ്പോഴത്തേനും ഒരു സംഭവം സംഭവിച്ചു ഗൈസ്. അവൻ്റെ വണ്ടി മിസ്സായി പോയി. അപ്പം ഞാൻ സ്കൂട്ടി എടുത്ത് വന്ന് അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂട്ടി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ആദമും കൂട്ടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആദമിന് ചെറിയ വിഷമമൊക്കെ ഞാൻ തന്നെ ഗ്രൂപ്പിൽ ക്ലാസ് ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഇതാണ് കേട്ടോ ആദമിൻ്റെ ഫ്രണ്ട്. അവൾ കളിയാക്കണ ആദമ കരയണുണ്ടപ്പോൾ എല്ലാ കുട്ടികളും റെഡ് ഉടുപ്പും റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ് നിങ്ങൾ എല്ലാവരും ഓരോരുത്തരുടെ കയ്യിൽ അവർ ചെയ്ത ക്രാഫ്റ്റും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അങ്ങനെ ഈ ഒരു ബേബി എനിക്ക് കാണിച്ചിട്ട് ഇതാണ് ആൻറ്റി ഞാൻ ഉണ്ടാക്കിയെന്നിട്ട് കാണിച്ചിട്ട് നല്ല രസമുണ്ടല്ലേ. നമ്മൾ ആദം ഇപ്പോഴും കരയണം കേട്ടോ, ഉമ്മച്ചി പോവണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ആദമോൻ്റെ കരച്ചിലൊക്കെ മാറി അവൻ എനിക്ക് ടാറ്റ ബൊബായൊക്കെ തന്നു, ഉമ്മൊക്കെ തന്നിട്ട് അവരവിടെ ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ റെഡ് ബലൂൺ വീർപ്പിക്കലും ഫുൾ അവരെ റെഡ് ഡേ ആണിരുന്നത്. അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ കുട്ടികളെല്ലാവരും. അപ്പോൾ എൻ്റെ മോനും ഹാപ്പിയായി, അപ്പം ഞാനും ഹാപ്പിയായി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ വീട്ടിൽ പോട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.